ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട്. പുതുതായി ഖത്തറിലേക്ക് വരുന്ന ആളുകൾ, വർക്ക് വിസയിൽ വരുന്ന ആളുകൾ ഇപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ നാട്ടിൽ എയർപോർട്ടിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് സിം കാർഡ് കിട്ടും. വോഡാഫോണിൻ്റെയോ അല്ലെങ്കിൽ ഒറീഡോൻ്റെയോ സിം കാർഡ് ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ അവിടെ നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ പാസ്പോർട്ട് കാണിച്ചു കൊടുത്തിട്ട് പാസ്പോർട്ട് ഡീറ്റെയിൽസ് കാണിച്ചു കൊടുത്തിട്ടായിരിക്കും നിങ്ങൾക്ക് സിം കാർഡ് തരിക. ഓക്കെ, ആ സിം കാർഡ് നിങ്ങൾ ഇവിടെ ഖത്തറിൽ വന്ന് ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഉടനെ ഒറീഡോ സിം കാർഡാണെങ്കിൽ ഉടനെ ഒറീഡോയിൽ പോകാം. അതല്ലെങ്കിൽ വോഡാഫോൺ സിം കാർഡാണെങ്കിൽ ഉടനെ വോഡാഫോൺ സ്റ്റോറിൽ പോയിട്ട് ആ സിം കാർഡ് നിങ്ങളുടെ പാസ്പോർട്ടിൽ തന്നെയാണോ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഞാനിത് പറയാൻ കാരണം കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് നമ്മുടെ പെങ്ങളുടെ മോനിപ്പോൾ ഖത്തറിലേക്ക് വന്നു, വർക്ക് വിസയിൽ വന്നു. ഓക്കെ, അങ്ങനെ ആൾ വരുമ്പോൾ നമ്മുടെ നാട്ടിലെ എയർപോർട്ടിൽ നിന്ന് അദ്ദേഹം പാസ്പോർട്ട് കാണിച്ചു കൊടുത്തപ്പോൾ ഒരു ഒറീഡോ സിം കാർഡ് അദ്ദേഹത്തിന് കൊടുത്തത്. ആളുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്തതിന് ശേഷമാണ് സിം കാർഡ് കൊടുത്തത്. ഖത്തർ ID ലഭിച്ചതിന് ശേഷം ID കയ്യിൽ കിട്ടിയതിന് ശേഷം നമ്മൾ ഒറീഡോയിൽ പോയി ഈ ഖത്തർ IDയിലേക്ക് പാസ്പോർട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള ഈ സിം കാർഡ് ഖത്തർ IDയിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒറീഡോയിൽ ചെന്ന് പോയി നോക്കുമ്പം ആ സിം കാർഡ് നമ്മളെ പെങ്ങളുടെ മകൻ്റെ പാസ്പോർട്ടിലല്ല രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ളത്, ആരുടെയോ പാസ്പോർട്ടിൽ നമ്പറിലാണ് അത് രജിസ്റ്റർ ചെയ്യപ്പെട്ട് കിടക്കുന്നത്. അതുകൊണ്ട് ആ സിം കാർഡ് ഖത്തർ IDയിലേക്ക് മാറ്റാൻ കഴിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് മറ്റാരുടെയെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ തന്നെയാണോ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ ഖത്തറിൽ വന്ന് ഇറങ്ങിയതിന് ശേഷം ഒറീഡോയിലോ വോഡാഫോണിലോ പോയിട്ട് നിങ്ങളത് ഉറപ്പ് വരുത്തണം. ഓക്കെ, അപ്പോൾ ഞങ്ങളിത് പറഞ്ഞു, ഈ ഒരു സിം കാർഡ് ഖത്തർ IDയിലേക്ക് മാറ്റാൻ പറ്റില്ല, കാരണം മറ്റൊരാളുടെ പാസ്പോർട്ട് നമ്പറിലാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഒരു ഓപ്ഷൻ പറഞ്ഞത് ഇനി ഖത്തർ ID വെച്ചിട്ട് പുതിയൊരു നമ്പർ എടുക്കുക. അപ്പോൾ നമ്മൾ ആ സിം കാർഡ് ഒഴിവാക്കി ഖത്തർ ID വെച്ചിട്ട് പുതിയ സിം കാർഡ് നമ്മൾ വാങ്ങിയതിന് ശേഷം ആ നമ്പറാണ് ഖത്തർ IDയിലേക്ക് രജിസ്റ്റർ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും പാസ്പോർട്ട് നമ്പറിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള സിം കാർഡ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് മറ്റേതെങ്കിലും തരത്തിലൊക്കെ നമുക്ക് പണി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നാട്ടിൽ നിന്ന് വരുന്ന നിങ്ങൾ കിട്ടുന്ന സിം കാർഡ് ഖത്തറിലേക്ക് വന്നിറങ്ങിയതിന് ശേഷം ഉറപ്പുവരുത്തണം നിങ്ങളുടെ പാസ്പോർട്ട് നമ്പറിൽ തന്നെയാണോ ഈ ഒരു സിം കാർഡ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക.